ആൻഡ് ഈ വീഡിയോയിൽ എല്ലാ എഡിറ്റേഴ്സിനും ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ആണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്, ഫോർഡിക് ഫയൽ റിപ്പയർ. ആൻഡ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോ എങ്ങനെ എൻഹാൻസ് ചെയ്യാമെന്നാണ്. ബട്ട് ഈ സോഫ്റ്റ്വെയറിൽ ഈ ഫീച്ചർ മാത്രമല്ല, വേറെ കുറേ എക്സ്ട്രാ ഫീച്ചേഴ്സും അവൈലബിൾ ആണ്. എല്ലാം നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. അതെല്ലാം നമുക്കൊന്ന് ക്വിക്കായിട്ട് നോക്കാം. അതിനുശേഷം നമുക്ക് വീഡിയോ എൻഹാൻസ് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ നമുക്കിവിടെ കറപ്റ്റഡ് ഫയൽ റിപ്പയർ ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷനാണ് കൊടുത്തിട്ടുള്ളത്. അത് ഓപ്പൺ ചെയ്യാം. ആദ്യം തന്നെ വീഡിയോ റിപ്പയർ ഓപ്ഷനാണ്. നമ്മുടെ വീഡിയോയ്ക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, ലൈക്ക് സൗണ്ട് ഇല്ലെങ്കിൽ, ബ്ലാക്ക് സ്ക്രീൻ ആണെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും കറപ്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്കത് റിപ്പയർ ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷനാണ് ആദ്യം കൊടുത്തിട്ടുള്ളത്. ദെൻ ഫോട്ടോ റിപ്പയർ ഓപ്ഷനാണ്. ഫോട്ടോ ഓപ്പൺ ആകുന്നില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് റിപ്പയർ ചെയ്യാം. ദെൻ ഫയൽ റിപ്പയർ ആണ്. PDF, വേർഡ്, സിപ്പ് ഫയൽസ്, PSD ഫയൽസ്, ഇതിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്കത് റിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ ഓഡിയോ റിപ്പയർ ഓപ്ഷനുണ്ട്. ഓഡിയോയിൽ എന്തെങ്കിലും പോപ്പിംഗ് സൗണ്ടോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്കത് റിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ അടുത്ത ഓപ്ഷനാണ് AI എൻഹാൻസർ. ഇവിടെ നമുക്ക് ആദ്യം കൊടുത്തിട്ടുള്ള വീഡിയോ എൻഹാൻസർ ആണ്. പേര് പറയുന്ന പോലെ തന്നെ നമുക്ക് വീഡിയോ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. ലോ ക്വാളിറ്റി വീഡിയോയെ ഹൈ ക്വാളിറ്റി വീഡിയോ ആക്കി മാറ്റാൻ വേണ്ടി പറ്റും. ദെൻ ഫോട്ടോ എൻഹാൻസർ ആണ്. നമുക്ക് ഫോട്ടോസ് എല്ലാം എൻഹാൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. ലൈക്ക് ബ്ലറി ആയിട്ടുള്ള ഫോട്ടോസ്, ലോ ക്വാളിറ്റി ഫോട്ടോസ് എല്ലാം ഷാർപ്നെസ് ഇൻക്രീസ് ചെയ്യാനും അതുപോലെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാനെല്ലാം ഈ ടൂൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ദെൻ വീഡിയോ കളറൈസർ ആണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് വീഡിയോസിനെ നമുക്ക് കളർ വീഡിയോസ് ആക്കാൻ വേണ്ടി പറ്റും. ആൻഡ് അതുപോലെ തന്നെ ഫോട്ടോ കളറൈസറും ഉണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസിനെ നമുക്ക് കളർ ഫോട്ടോസ് ആക്കി മാറ്റാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് വീഡിയോ എൻഹാൻസർ യൂസ് ചെയ്തിട്ട് എങ്ങനെ വീഡിയോയുടെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാൻ നോക്കാം. അതിനു മുമ്പ് നമുക്ക് ഈ സോഫ്റ്റ്വെയർ എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം. ആൻഡ് അതിനുവേണ്ടി ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഫ്രീ ഡൗൺലോഡ് ഓപ്ഷൻ കാണും. അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ഞാൻ ഇവിടെ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലൊരു ഫയൽ കിട്ടും. അത് നമുക്ക് ഓപ്പൺ ചെയ്യാം. ആൻഡ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ഉണ്ട്. ആൻഡ് ഇവിടെ നിങ്ങൾ ഇൻസ്റ്റാൾ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ പാത്തും കാര്യങ്ങളെല്ലാം കൊടുക്കാൻ വേണ്ടി പറ്റും. ആൻഡ് ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ഇവിടെ ഇൻസ്റ്റാൾ എന്നുള്ള ബട്ടണിൽ സെലക്ട് ചെയ്താൽ മതി. ഒരു 2-3 മിനിറ്റ്സിനുള്ളിൽ ഇൻസ്റ്റാൾ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ആൻഡ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ ആപ്പ് ഓപ്പൺ ചെയ്യുക. ഇതാണ് ആപ്പിൻ്റെ ഇൻ്റർഫേസ്. ഞാൻ ഇവിടെ AI എൻഹാൻസർ ഓപ്പൺ ചെയ്യുവാണ്. ദെൻ നമുക്ക് വീഡിയോ എൻഹാൻസർ ഓപ്പൺ ചെയ്യാം. ഇനി ഞാൻ ഇവിടെ ആഡ് വീഡിയോ സെലക്ട് ചെയ്യുവാണ്. എന്നിട്ട് നമുക്ക് എൻഹാൻസ് ചെയ്യേണ്ട ക്ലിപ്പ് ഓപ്പൺ ചെയ്യാം. ആൻഡ് വീഡിയോ ഇവിടെ ലോഡ് ആയിട്ടുണ്ട്. ബൈ ദ വേ, നമുക്ക് ഒന്നിൽ കൂടുതൽ വീഡിയോസും സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ ഇപ്പം ഒരു വീഡിയോ മാത്രമേ സെലക്ട് ചെയ്തിട്ടുള്ളൂ. ഇനി ഇവിടെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് വരുവാണെങ്കിൽ സെറ്റിംഗ്സും കാര്യങ്ങളെല്ലാം കാണാം. ആൻഡ് ആദ്യം കൊടുത്തിട്ടുള്ളത് ജനറൽ മോഡലാണ്. ജനറൽ മോഡൽ യൂസ് ചെയ്തിട്ട് നമുക്ക് ഏത് വീഡിയോ വേണമെങ്കിലും എൻഹാൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഫോർ എക്സാമ്പിൾ ട്രാവൽ വീഡിയോസ്, അല്ലെങ്കിൽ ആനിമൽസിൻ്റെ വീഡിയോസ്, ലാൻഡ്സ്കേപ്പ് വീഡിയോസ്, ഏത് വീഡിയോസ് വേണമെങ്കിലും ജനറൽ മോഡൽ യൂസ് ചെയ്തിട്ട് നമുക്ക് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. ജനറൽ മോഡൽ നമ്മുടെ വീഡിയോയുടെ ബ്രൈറ്റ്നസ്സും കാര്യങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത്, ഷാർപ്നെസ്സും കാര്യങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഹൈ ക്വാളിറ്റി ഔട്ട്പുട്ട് തരും. ദെൻ അടുത്തായിട്ട് കൊടുത്തിട്ടുള്ള ഫേസ് മോഡലാണ്. നമ്മുടെ വീഡിയോയിൽ ഫേസ് ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ വ്ളോഗ്സ് അല്ലെങ്കിൽ മോഡൽ വീഡിയോസ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂസ്, അതുപോലെ ഫേസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫേസ് മോഡൽ യൂസ് ചെയ്യാം. സോ നമ്മുടെ ഫേസിന് കുറച്ചുകൂടെ എൻഹാൻസ്മെൻറ്റ്സ് കിട്ടും. കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടും ഫേസ് മോഡലിൽ. സോ നിങ്ങളുടെ വീഡിയോയിൽ ഫേസ് ഉണ്ടെങ്കിൽ ഫേസ് മോഡൽ യൂസ് ചെയ്യാം. പിന്നെയുള്ള അനിമി മോഡലാണ്. നിങ്ങൾ യൂസ് ചെയ്യുന്ന കാർട്ടൂൺ വീഡിയോസ് അല്ലെങ്കിൽ അനിമി വീഡിയോസ് ഒക്കെ ആണെങ്കിൽ അനിമി മോഡൽ യൂസ് ചെയ്യാം. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് കാർട്ടൂൺ വീഡിയോസും എല്ലാം കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ നിങ്ങളുടെ വീഡിയോയെ ബേസ് ചെയ്തിട്ട് ഇവിടെയുള്ള AI മോഡൽസ് യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇവിടെ ജനറൽ മോഡൽ തന്നെ സെലക്ട് ചെയ്യുവാണ്. ദെൻ അടുത്തായിട്ടുള്ള റെസൊല്യൂഷൻ ഓപ്ഷനാണ്. ഇവിടെ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്, 2x-ഉം 4x-ഉം. നമ്മുടെ വീഡിയോയുടെ 2x നമുക്ക് എൻഹാൻസ് ചെയ്യാം, അല്ലെങ്കിൽ 4x വരെ നമുക്ക് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ ഇവിടെ തൽക്കാലത്തേക്ക് 2x സെലക്ട് ചെയ്യുവാണ്. പിന്നെ ഉള്ളത് എൻഹാൻസ് ഓപ്ഷനാണ്. 2 ഓപ്ഷൻസ് ഉണ്ട്, ക്വാളിറ്റി ഫസ്റ്റ് ആൻഡ് ഓൾസോ സ്പീഡ് ഫസ്റ്റ്. സ്പീഡ് ഫസ്റ്റ് സെലക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് മാക്സിമം പെട്ടെന്ന് എൻഹാൻസ് ചെയ്ത് കിട്ടും. ക്വാളിറ്റി ഫസ്റ്റ് സെലക്ട് ചെയ്യുവാണെങ്കിൽ ക്വാളിറ്റിക്കായിരിക്കും മെയിൻ പ്രയോറിറ്റി. കുറച്ച് സ്ലോ ആയിരിക്കും, ബട്ട് നമുക്ക് മാക്സിമം ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. സോ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് അത് സെലക്ട് ചെയ്യാം. ഞാൻ ഇവിടെ ക്വാളിറ്റി ഫസ്റ്റ് തന്നെ സെലക്ട് ചെയ്യുവാണ്. ദെൻ ഇവിടെ അപ്ലൈ ഓൾ വീഡിയോസ് ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു നമുക്ക് ഒന്നിൽ കൂടുതൽ വീഡിയോസ് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് അങ്ങനെ ഒന്നിൽ കൂടുതൽ വീഡിയോസ് ഉണ്ടെങ്കിൽ ഈ സെറ്റിംഗ്സ് എല്ലാ വീഡിയോസിലും കൊടുക്കാൻ വേണ്ടിയാണ് അപ്ലൈ ടു ഓൾ വീഡിയോസ് ഉള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺ ചെയ്തിടാം. എനിക്കിപ്പോൾ ഒരു വീഡിയോ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഓഫ് ചെയ്തിടുവാണ്. ഇനി നമുക്കിവിടെ എൻഹാൻസ് സെലക്ട് ചെയ്യാം. ആൻഡ് ഇവിടെ എൻഹാൻസിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇത് കംപ്ലീറ്റ് ആകുന്നോടം വരെ. ആൻഡ് വീഡിയോ ഇവിടെ എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ സേവ് ചെയ്യാം. സോ ഞാൻ ഇവിടെ സേവ് സെലക്ട് ചെയ്യുവാണ്. ദെൻ നമുക്ക് വേണ്ട ഫോൾഡർ സെലക്ട് ചെയ്തിട്ട് സെലക്ട് ഫോൾഡർ കൊടുക്കാം. ആൻഡ് സേവ് ആകുന്നുണ്ട്. ആൻഡ് വീഡിയോ സേവ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ആൻഡ് ഇവിടെ നമ്മൾ ബിഫോർ ആൻഡ് ആഫ്റ്റർ നോക്കുവാണെങ്കിൽ അറിയാം നമ്മുടെ വീഡിയോ കുറച്ചുകൂടെ ക്രിസ്പ് ആയിട്ടുണ്ട്. ആൻഡ് ഷാർപ്നെസ് കുറച്ചുകൂടി ഇൻക്രീസ് ആയിട്ടുണ്ട്. ഒരു ബെറ്റർ ക്വാളിറ്റി ഔട്ട്പുട്ട് നമുക്കിവിടെ വന്നിട്ടുണ്ട്. സോ ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് വീഡിയോ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് നമ്മൾ ജനറൽ മോഡൽ യൂസ് ചെയ്ത് അപ്സ്കെയിൽ ചെയ്തപോലെ തന്നെ നമുക്ക് ഫേസ് മോഡലും അനിമി മോഡലും യൂസ് ചെയ്യാവുന്നതാണ്. ഫേസ് മോഡൽ സെലക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്, ഒന്നെങ്കിൽ സോഫ്റ്റൻ അല്ലെങ്കിൽ ഷാർപ്നെസ്. നമുക്ക് ഷാർപ്നെസ് കുറച്ച് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഷാർപ്പൻ സെലക്ട് ചെയ്യാം. ആൻഡ് അതുപോലെ തന്നെ ഫേസ് കുറച്ചുകൂടെ സോഫ്റ്റ് ആക്കണമെങ്കിൽ നമുക്ക് സോഫ്റ്റൻ സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെയുള്ളത് അനിമി മോഡലാണ്. അത് സെലക്ട് ചെയ്യുവാണെങ്കിൽ വേറെ ഓപ്ഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല.
നമ്മുടെ വീഡിയോ ഇമ്പോർട്ട് ചെയ്തിട്ട് അനിമി മോഡൽ സെലക്ട് ചെയ്തിട്ട് എൻഹാൻസ് കൊടുത്താൽ മതി. നമ്മുടെ വീഡിയോയുടെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പറ്റും. കാർട്ടൂൺ വീഡിയോസിൻ്റെ അതുപോലെ തന്നെ അനിമി വീഡിയോസിൻ്റെ. സോ ഇങ്ങനെ നമുക്ക് 4D യൂസ് ചെയ്തിട്ട് വീഡിയോ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ വീഡിയോ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, ഫോട്ടോ എൻഹാൻസ് ചെയ്യാനും കളറൈസ് ചെയ്യാനും എല്ലാം നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാം. ആൻഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നോക്കുക.